മലയാള സിനിമയിൽ പി ഭാസ്കരന്റെയും ബാബുരാജിന്റെയും കൂടെ പിന്നണി ഗാനരംഗത്തുണ്ടായിരുന്ന പാട്ടുകാരനായിരുന്നു കൊച്ചിൻ ഇബ്രാഹിം. കേരളത്തിലെയും ഗൾഫിലെയും സ്റ്റേജുകളിൽ മാത്രമാണ് ഇന്ന് ഇബ്രാഹിമിന്റെ സ്ഥാനം. മനസ്സെന്ന സിനിമയിൽ പ്രേം നസീറിനു വേണ്ടി പാടിയ ഈ വരികളും പട്ടണപ്രവേശം എന്ന സിനിമയിലെ സൗഭാഗ്യം വാതിൽ തുറക്കുമെന്ന ഗാനവും പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയവയാണ്. പക്ഷേ വിധിയെന്നല്ലാതെ എന്തു പറയാൻ, മലയാള ചലച്ചിത്ര ഗാനരംഗത്തെ കുലപതികളായിരുന്ന പി ഭാസ്കരനും ബാബുക്കും ഇഷ്ടക്കാരനായിരുന്ന ചലച്ചിത്ര പിന്നണി ഗായകൻ കൊച്ചിൻ ഇബ്രാഹിമിന്റെ അവസ്ഥ ഇന്ന് വളരെ ദയനീയമാണ്. മനസ്സിനു പുറമെ ചഞ്ചല, സൃഷ്ടി, ടൂറിസ്റ്റ് ബംഗ്ലാവ് തുടങ്ങി 16ഓളം സിനിമകളിൽ പാടിയ ഇബ്രാഹിമിന് സ്റ്റേജുകൾ മാത്രമാണ് ഇന്ന് ആശ്രയം. പ്രോഗ്രാമാണ് മെയിൻ. നേരത്തെ ഒരു CD-യുടെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു, അതിപ്പോ ഇല്ല. ഒരുപാട് സിംഗേഴ്സും ഉണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് ചെന്ന് ചോദിക്കുമ്പോൾ അവര് എന്തെങ്കിലുമൊക്കെ ഒരു ഒഴിവൊഴിവ് പറയും. ദിലീപ് കുമാറിന്റെ ഒരു ഹിന്ദി സിനിമയിൽ പാടിയ അനുഭവവും ഈ മട്ടാഞ്ചേരിക്കാരൻ പങ്കുവെക്കുന്നു. ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ റഫി സാബ് പാടാൻ ഇരുന്ന പാട്ടായിരുന്നു. റഫി സാബ് മരിച്ചതിന് ശേഷം ഒരു ഗ്യാപ്പ് വന്നപ്പോൾ റെക്കോർഡിങ് നിർത്തി വെച്ച് അങ്ങനെ ഈ ബോംബെയിൽ ഞാൻ ദിലീപ് സാബ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ പ്രൊഡ്യൂസറെ പോയി കണ്ട് റെക്കോർഡിങ്ങിന് ദിലീപ് സാബ് വന്ന് സ്റ്റുഡിയോയിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാം. പക്ഷെ എന്തോ കാലഘട്ടത്തിന് ആ പടം വന്നില്ല. പിന്നണി ഗാനരംഗത്ത് ശോഭിച്ച കൊച്ചിൻ ഇബ്രാഹിം പുതിയ അവസരങ്ങൾക്കായി ഇനിയും കാത്തിരിക്കുകയാണ്. ദുബൈയിൽ നിന്നും ഹാരിസ് അരിക്കുളം, മീഡിയ 1. മത്സ്യത്തൊഴിലാളികളും സമുദ്രസഞ്ചാരികളും സമുദ്രാതിർത്തി ലംഘിക്കരുതെന്ന് ബഹ്റൈൻ കോസ്റ്റ് ഗാർഡ് അധികൃതർ നിർദ്ദേശം നൽകി. ബഹ്റൈനിൽ നിന്നുള്ള മത്സ്യബന്ധന ബോട്ട് കഴിഞ്ഞ ദിവസം ഖത്തർ സമുദ്രസേന പിടിച്ചെടുത്ത പശ്ചാത്തലത്തിലാണ് ഈ നിർദ്ദേശം. അനധികൃതമായി അതിർത്തി കടന്ന ബോട്ട് പിടിച്ചെടുത്തതായി ഖത്തർ കോസ്റ്റ് ലൈൻസ് ആൻഡ് ബോർഡർ അതോറിറ്റിയാണ് അറിയിച്ചത്. ബഹ്റൈൻ സ്വദേശിയായ യുവാവ് കുത്തേറ്റ് മരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കുവൈറ്റ് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി 9 മണിക്ക് മനാമ ഫിഷ് റൗണ്ട് എബോട്ടിന് സമീപമാണ് സംഭവം. രണ്ടുപേർ തമ്മിലുള്ള തർക്കം കത്തിക്കുത്തിലെത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹം സംഭവസ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയും വിനിമയ നിരക്കും. പ്രധാന വാർത്തകളോടെ വീണ്ടും. ISIS അമേരിക്കൻ ചാരസംഘടനയായ CIA സൃഷ്ടിയാണെന്ന വാദം ബലപ്പെടുന്നു. സംശയത്തിന് ആക്കം കൂട്ടിയത് യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത് ISIS പുറത്തുവിട്ട ഹോളിവുഡ് നിലവാരമുള്ള ചിത്രം. പശ്ചിമേഷ്യയിൽ വ്യാപകമാകുന്ന തീവ്രവാദത്തിനെതിരെ പോരാടാൻ ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുടെ ആഹ്വാനം. സൗദി അറേബ്യയുടെ 84ാം ദേശീയ ദിനം നാളെ. രാജ്യം വിപുലമായ ആഘോഷങ്ങൾക്കൊരുങ്ങി. 1 കോടിയോളം വരുന്ന പ്രവാസി സമൂഹവും ആഘോഷത്തിൽ. സൗദി ആഭ്യന്തരമായും രാഷ്ട്രീയപരമായും സുസ്ഥിരമാണെന്ന് കിരീടാവകാശി അമീർ സൽമാൻ ബിൻ അബ്ദുൽ അസീസ്. 2022 ലോകകപ്പ് വേദി ഖത്തറിന് നഷ്ടമാകുമെന്ന് ആശങ്ക. ഖത്തറിൽ മത്സരം നടത്താനാകില്ലെന്ന് ഫിഫ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം തിയോ സ്വാൻസിഗർ. ചൂടുകാലത്ത് മത്സരം നടത്തുന്നത് കളിക്കാരുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് സ്വാൻസിഗർ. സൗദി അറേബ്യയിലെ ആശുപത്രികളും ക്ലിനിക്കുകളും സേവന നിരക്ക് വെളിപ്പെടുത്തണമെന്ന് മന്ത്രിസഭ. നിരക്കുകൾ സംബന്ധിച്ച് അന്തിമ തീരുമാനം ആരോഗ്യ മന്ത്രാലയത്തിൻ്റേത്. ചികിത്സ പൂർത്തീകരിച്ച ശേഷം രോഗിക്ക് നൽകിയ സേവനങ്ങളും അതിനു വന്ന ചെലവും ഉൾപ്പെടുത്തി അന്തിമ മെഡിക്കൽ റിപ്പോർട്ടും നൽകണമെന്ന് നിർദ്ദേശം. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ശുഭരാത്രി.